ഗംഗേട്ടൻ ശിവേട്ടനോടും രാജുവിനോടും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുകയാണ്. അലീന വൈജയന്തിയുടെ മകളാണെന്നറിഞ്ഞപ്പോൾ അവരെല്ലാം ഞെട്ടിനിരിക്കുകയാണ്. അലീനയ്ക്കറിയാം വൈജയന്തി അമ്മയാണെന്ന്. എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അവൾ ആരോടും ഒന്നും പറഞ്ഞില്ല. നമ്മുടെ അച്ഛനറിയാം. അച്ഛനിത് അറിഞ്ഞിട്ടാണ് അവളെ പോയി ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നത്. നിങ്ങൾ ആരോടാണ് പടം നയിച്ചത്? സ്വന്തം പെങ്ങളുടെ മകളോട്. വൈജയന്തി ആരോടാണ് ഇത്രയും നാൾ യുദ്ധം നയിച്ചത്? സ്വന്തം മകളോട്. ഇനി പറയൂ, എവിടെയാണ് അലീന? അപ്പോൾ രാജീവ് കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് പറയുന്നു, ഗംഗേട്ട, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി എന്ന് പറയുന്നു. അപ്പോൾ ആശുപത്രിയിൽ പോലീസ് എത്തുകയാണ്. പോലീസ് സുലോചനയെയും സിസ്റ്ററെയും ചോദ്യം ചെയ്യുകയാണ്. എപ്പോഴാണ് അലീന ഇവിടെ നിന്ന് പോയത്? വേറെ എവിടെയെങ്കിലും പോകുന്നതെന്ന് പറഞ്ഞിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, അലീന 7 മണിയൊക്കെ ആയപ്പം പോയായിരുന്നു, നേരെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത് എന്ന് പറയുന്നു. അപ്പോൾ ഗോവർദ്ധനൻ അവിടെ എത്തുന്നു. ഗോവർദ്ധനോടും പോലീസ് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഗോവർദ്ധനം പറയുന്നു, ഞാൻ അലീനയെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നതാണ്. അപ്പോൾ കൃത്യം ആ സമയത്താണ് എന്നെ ശിവേട്ടൻ ഹോട്ടൽ റൂമിലേക്ക് വിളിപ്പിച്ചത്. വൈജയന്തിയുടെ ചികിത്സയുടെ ആവശ്യത്തിന് വേണ്ടി കുറച്ച് പണം തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ എന്നെ വിളിപ്പിച്ചത് കൊണ്ട് എനിക്ക് കുറച്ച് ഡൗട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു, അത് നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ അത് ക്യാഷ് തരാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ ഗോവർദ്ധനൊരു സംശയം, ഇത് പോലീസും ശിവേട്ടനും കൂടി ഒത്തുചേർന്നുള്ള കളിയാണോ എന്ന് ഇങ്ങനെ ഗോവർദ്ധന സംശയിച്ച് നിൽക്കുകയാണ്. ബാലചന്ദ്രനും കൃഷ്ണമോളും കൂടി തിരികെ വീട്ടിലെത്തി. കൃഷ്ണമോൾ ചോദിക്കുകയാണ്, അച്ഛ, ആനന്ദ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ? നമ്മുടെ അങ്കിളുമാരാണോ തട്ടിക്കൊണ്ടുപോയത്? ശിവൻ അങ്കിളും രാജീവ് അങ്കിളും കൂടിയാണോ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുന്നു, അറിയില്ല, അവരാവാനാണ് സാധ്യത. അലീന ചേച്ചി അവർ ഉപദ്രവിക്കുമോ എന്നൊക്കെ ചോദിച്ച് കൃഷ്ണമോൾ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ മനു വിളിക്കുന്നു. മനു ചോദിച്ചു, അങ്കിളെ എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, ഒന്നും കിട്ടിയിട്ടില്ല. മനു പറയുകയാണ്, എനിക്ക് ഉറപ്പാണ് അവർ ആരോ കിഡ്നാപ്പ് ചെയ്തതാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്തായാലും എല്ലായിടത്തും ഒന്നുകൂടി അന്വേഷിക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് മനു എല്ലാ ബന്ധുക്കളുടെ വീടുകളിലും പോയി അന്വേഷിക്കുകയാണ് രാത്രി തന്നെ. അപ്പോൾ ഒരു വീട്ടിലും അലീന എത്തിയിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് ഗംഗേട്ടനും ശിവേട്ടനും രാജീവും കൂടി ബാലചന്ദ്രനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തുന്നതാണ്. അപ്പോൾ കൃഷ്ണമോളാണ് ഒന്ന് വാതിൽ തുറന്നത്. കൃഷ്ണമോൾ അവരെ തടഞ്ഞു നിർത്തുകയാണ്. നിങ്ങളെല്ലാവരും കൂടി എങ്ങോട്ടാണ്? നിങ്ങളെല്ലാവരും ചീത്ത ആൾക്കാരാണ്, നിങ്ങൾ എന്ത് ചെയ്യാനും മടിക്കില്ല, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുകയാണ്, അലീനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഗംഗേട്ടനെ കണ്ടിട്ട്, ഗംഗേട്ട എപ്പോൾ എത്തി, കയറി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ സംസാരിക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, അലീന എവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു, അത് ഞങ്ങൾ പറയാം, അലീനയെ തിരിച്ചു കൊണ്ടുവരാം, പക്ഷേ നീ ആ കേസ് പിൻവലിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഞാൻ കേസ് പിൻവലിക്കാം, പക്ഷേ എവിടെ അലീന എന്ന് ചോദിച്ചു. അപ്പോൾ ശിവേട്ടൻ പറയുകയാണ്, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി ബാലചന്ദ്ര, അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ശിവേട്ടൻ വളരെ മാന്യമായിട്ട്, ബാലചന്ദ്ര ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ മേനോന് സംശയം തോന്നി. എന്നിട്ട് ഗംഗേട്ടനോട് ചോദിക്കുകയാണ്, ഗംഗേട്ട എല്ലാ കാര്യവും ഇവരോട് പറഞ്ഞു എന്ന് ചോദിച്ചു. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു, എനിക്ക് തുറന്ന് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുകയാണ്, ഞാൻ ഇത്രയും നാളും ആരെയാണ് സംരക്ഷിച്ച് നിർത്തിയതെന്ന് തനിക്ക് മനസ്സിലായോടോ എന്ന് ശിവേട്ടനോട് ചോദിക്കുന്നു. ശിവേട്ടൻ തല കുനിച്ചുകൊണ്ട് പറയുകയാണ്, മനസ്സിലായി എന്ന്. രാജീവും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്ര മേനോട് ഇവരെല്ലാവരും പറയുകയാണ്, ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്, ഈ കാര്യം ഒരിക്കലും വൈജയന്തി അറിയരുത്. വൈജയന്തി അറിഞ്ഞാൽ ഞങ്ങളോടുള്ള എല്ലാ ബന്ധവും അവൾ ഉപേക്ഷിക്കും. അവളോട് ഞങ്ങൾ 2 കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പൊളിയും. അപ്പോൾ ബാലേന്ദ്ര മേനോൻ പറയുകയാണ്, എല്ലാം വൈജയന്തി അറിഞ്ഞതിന് ശേഷം ഞാനും അവളുടെ ഭർത്താവായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഗംഗേട്ടൻ പറഞ്ഞു, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്, വൈജയന്തി ഇതൊന്നും ഒരിക്കലും അറിയരുത്. ഞങ്ങൾ അലീനയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ അലീന ഈ വീട്ടിൽ നിന്ന് മാറി താമസിപ്പിക്കണം, വേറെ വീട് വാങ്ങിക്കൊടുക്കാം, നല്ല രീതിയിൽ കല്യാണം നടത്തി കൊടുക്കാം, ജോലി വാങ്ങിക്കൊടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും പറയുകയാണ്, നിങ്ങൾ 3 ആങ്ങളമാരും കൂടി ചേർന്ന് 30 ലക്ഷം രൂപ അവളുടെ പേരിൽ ബാങ്കിലിടണം. വൈജയോട് പറഞ്ഞു, ഒരു 10 ലക്ഷം രൂപ അവളെ കൊണ്ട് ഇടിയിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞു, വേറെ ആർക്കും വേണ്ടിയില്ലല്ലോ, നിങ്ങളെ വീട്ടിൽ ജനിച്ച് വളരേണ്ടിരുന്ന ഒരു കുട്ടിയെ ഓർഫനേജിൽ കൊണ്ടുവന്ന് തള്ളിയില്ലേ, അവൾ 23 വർഷമാണ് അനാഥയെ പോലെ ജീവിച്ചത്, അവൾക്ക് വേണ്ടിയില്ലേ, അതുകൊണ്ട് വേറെ നഷ്ടമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര കോടി രൂപ വേണമെങ്കിലും ചിലവാക്കാം, പക്ഷേ ഒരു കാര്യം മാത്രമേ നമുക്ക് പറയാനുള്ളൂ, നീ ഇതൊരിക്കലും വൈജയന്തി അറിയരുത് എന്ന് പറയുന്നു.